ഇടത് അങ്ങനെ ലൈറ്റ് വർക്കൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ ഒരു ആറുമുഖത്തിൻ്റെ വണ്ടി ഇവിടെ സംഗീതയിൽ തിരിച്ചു വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വണ്ടി ഇവിടെ നമ്മളുടെ വർക്കെല്ലാം കഴിഞ്ഞിട്ട് പോവുകയാണ്. ഓൾറെഡി നമ്മളുടെ സൗണ്ട് വർക്ക് കഴിഞ്ഞിട്ട് ഈ ഒരു വണ്ടി ലൈറ്റ് വർക്ക് ചെയ്യാനായിട്ട് പോകുന്നത് വരെയാണ് നമ്മൾ ഇതുവരെ വീഡിയോ ഇട്ടത്. അപ്പോൾ ആ ലൈറ്റ് വർക്കെല്ലാം കഴിഞ്ഞിട്ട് ഈ ഒരു വണ്ടി അങ്ങനെ തിരിച്ചെത്തിരിക്കുവാണ്. അപ്പോൾ നമ്മളിവിടെ ഓൾറെഡി വേറൊരു വണ്ടിയുടെ വർക്കിലായിരുന്നു. അപ്പോഴാണ് ഈ ഒരു വണ്ടി വന്നിട്ട് നമ്മൾ അറിയുന്നത്. അങ്ങനെ ഇറങ്ങി നോക്കിയപ്പോഴത്തേക്ക് പുള്ളിക്കാരൻ എന്താ റോഡിൽ വന്ന് കിടപ്പുണ്ട് കേട്ടോ. പിന്നെ ഒരു 56 സീറ്റ് നീളം കൂടിയ വണ്ടി ആയതുകൊണ്ട് തന്നെ നമ്മളുടെ ഒരു റോഡിലേക്ക് ഇറക്കാനായിട്ട് കുറച്ചധികം ബുദ്ധിമുട്ടി. അങ്ങനെ ഒരു 5-6 വട്ടം ബാക്കിലേക്ക് പോയിട്ട് ഒക്കെയാണ് പിന്നെ ഈ ഒരു വണ്ടി നമ്മളുടെ ആ ഒരു ഗ്യാരേജിലേക്ക് ഇറക്കിയെടുത്തത്. ടോപ്പ് ലൈറ്റ് അവിടെ നിന്ന് കയറിയതല്ലേ, വീണ്ടും അങ്ങനെ തന്നെ കൊണ്ടുവരുക. അവിടെ നല്ലോണം ഓടിച്ചാൽ മതിയായിരുന്നു. വീണ്ടും റിവേഴ്സ് പോകുന്നു. അവിടെ നല്ലോണം ഓടിച്ചാൽ മതിയായിരുന്നു. ചെറിയ പയ്യനാ. ഓ 2 ആഴ്ച വന്നു. അപ്പോൾ നമ്മളിവിടെ ഈ ഒരു എക്സൈറ്റിൻ്റെ വണ്ടിയുടെ ആ ഒരു വർക്കിൽ നിൽക്കുമ്പോഴാണ് ഈ ഒരു ആറുമുഖത്തിൻ്റെ വണ്ടി വന്നത്. അപ്പോൾ ഈ ഒരു വണ്ടി ഏതാണെന്ന് നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായി കാണും. അതായത് നമ്മളുടെ പഴയ ഗെറ്റ് ഔട്ടിൻ്റെ ആ ഒരു സൂക്കാ ബോയ് എന്ന് പറയുന്ന വണ്ടിയാണ് ഈ ഒരു എക്സൈറ്റ് എടുത്തിരിക്കുന്നത്. അതിനുശേഷം അവർ വീണ്ടും വർക്കിന് നമ്മളടുത്ത് തന്നെയാണ് കൊണ്ടുവന്നത്. പിന്നെ അവിടെ KGR-ൻ്റെ വണ്ടി കിടപ്പുണ്ട്. അപ്പോൾ ഈ ഒരു വണ്ടിയുടെയും വർക്ക് ഇവിടെ നടന്നുകൊണ്ടിരിക്കുവാണ്. അപ്പോൾ ഈ പുറകെ കിടക്കുന്ന ഈ ആറുമുഖത്തിൻ്റെ വണ്ടിക്കകത്ത് നമ്മൾ കുറച്ച് ചെറിയ 1-2 പരിപാടികളും കൂടി ഉണ്ട്. അപ്പോൾ അതും കൂടി ചെയ്യാനായിട്ടാണ് ഇവർ ഈ വണ്ടി കൊണ്ടുവന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു നൈറ്റിലെ അകത്ത് ലൈറ്റൊക്കെ ചെയ്തിട്ടുള്ള ഒരു ലുക്കും കൂടി നമുക്ക് എന്തായാലും നോക്കാം. നമ്മളുടെ ഒരു കേരള വണ്ടികളിലാണോ അതോ തമിഴ്നാട് വണ്ടികളിലാണോ ഇപ്പോൾ ഈ ഒരു വർക്ക് കുറച്ച് ബെറ്റർ ആയിട്ടുള്ളതെന്ന് നമുക്ക് ഈ ഒരു വീഡിയോയ്ക്കകത്ത് തന്നെ നമുക്ക് അറിയാനായിട്ട് പറ്റും കേട്ടോ. നമ്മളിതാ നമ്മുടെ ആറുമുഖത്തിൻ്റെ ആ ഒരു വോക്കലിൻ്റെ പവറും അതുപോലെ തന്നെ ഇതിൻ്റെ ആ ഒരു നെയിം ബോർഡിനകത്ത് കയറിയിരിക്കുന്ന ആ ഒരു സ്ക്രീനിൻ്റെ എഫക്റ്റും എല്ലാം നമ്മൾ കാണാനായിട്ട് പോവാണ്. പിന്നെ ഇവരുടെ അകത്തോട്ട് കയറിയിട്ട് ഞാൻ അതിൻ്റെ ഇൻറ്റീരിയറും കാണിച്ചു തരാം. പിന്നെ ഈ ഒരു ഫ്രണ്ടിൽ അടുക്കിയിരിക്കുന്ന സാധനങ്ങൾ നിങ്ങൾ കണ്ടല്ലോ. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായി കാണും അത്യാവശ്യം നല്ല കിഡിലും പവറിലാണ് നമ്മൾ ഈ ഒരു വണ്ടി ചെയ്തിറക്കി വിട്ടിരിക്കുന്നതെന്ന്. നമുക്കിനി നേരെ നമ്മുടെ ഈ ഒരു ആറുമുഖത്തിൻ്റെ വണ്ടിയുടെ അകത്തേക്ക് കയറിയിട്ട് അതിനകത്ത് എന്തൊക്കെ വർക്കുകളാണ് ഇപ്പോൾ നിലവിൽ കയറിയിരിക്കുന്നതെന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മളത് അകത്തോട്ട് കയറുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഫ്രണ്ട് ക്യാബിനിൽ നമ്മളുടെ ഒരു പേപ്പറും കാര്യങ്ങളൊന്നും ഇളക്കിയിട്ടില്ല കേട്ടോ. അപ്പോൾ ഈ ഒരു പേപ്പറും കൂടി നമുക്ക് ഇളക്കണം. പിന്നെ അകത്തോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു 2 തൂക്കുലൈറ്റ് വെച്ചിട്ടുണ്ട്. പിന്നെ ഈ ഒരു വണ്ടിക്ക് അതിന് കംപ്ലീറ്റ് പാനലാണ് വരുന്നത്. അതിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ ഇനി എങ്ങനെയാണെന്നുള്ള കാര്യം അറിയത്തില്ല. ഇവരെന്തായാലും ഇപ്പോൾ ഓട്ടങ്ങൾ ഓടാനായിട്ട് തിരിച്ച് ഇവരുടെ നാട്ടിലേക്ക് വണ്ടി കൊണ്ടുപോവുകയാണ്. അപ്പോൾ ഇനി എപ്പോഴെങ്കിലും ഈ ഒരു വണ്ടിയുടെ ഓട്ടങ്ങളെല്ലാം കഴിഞ്ഞിട്ട് ഈ ഒരു വണ്ടി തിരിച്ചു വന്നിട്ട് ബാക്കി വർക്കുകൾ എന്തായാലും കാണത്തുള്ളൂ. എന്തായാലും നമ്മളുടെ സൗണ്ട് വർക്ക് നമ്മളെന്തായാലും ഫിനിഷാക്കി വിട്ടിട്ടുണ്ട്. പിന്നെ ഇനി ഇതെല്ലാം നമുക്ക് കയറി ജസ്റ്റ് ഒന്ന് ഇട്ട് നോക്കണം. അപ്പോൾ എല്ലാവരും അവിടെ എക്സൈറ്റിൻ്റെ ഒരു വർക്കിൽ തിരക്കിലാണ്. പിന്നെ ഇവിടെ വേറൊരു കിഡിലൻ ഇൻറ്റീരിയർ കംപ്ലീറ്റ് റെഡ് കളർ അടിച്ചൊരു കിഡിലൻ ട്രാവലർ നടപ്പുണ്ട്. അപ്പോൾ അതിൻ്റെ വർക്കും ഈ ഒരു സൈഡിൽ കൂടെ നടക്കുന്നുണ്ട്. അപ്പോൾ അത് അഖിലും പ്രിയനും കൂടി അതിനകത്ത് ആ ഒരു പഞ്ച് ബോക്സിൻ്റെ കവറും കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തിട്ട് ആ പേപ്പർ ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്.
അപ്പോൾ അത് ഇത്രയാണ് ബേസിക്കലി ഈ ഒരു വണ്ടിക്കകത്ത് ചെയ്തിരിക്കുന്ന വർക്കുകൾ എന്ന് പറയുന്നത്. പിന്നെ ഇതാ ഈ ഒരു വണ്ടിയുടെ പുറകെ കിടക്കുന്ന ഒരു ഐറ്റം ഉണ്ടല്ലോ, അതിനകത്തും ഇതുപോലെ തന്നെ കിഡിലെ വർക്കാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ടോപ്പ് ലൈറ്റ് ഒക്കെ കത്തുന്ന തന്നെ നിങ്ങൾക്ക് അറിയാം അത്യാവശ്യം സാധനങ്ങൾ ആ ഒരു വണ്ടിക്കകത്തും ഉണ്ട്. പിന്നെ അതാ ഈ ഒരു വണ്ടിയുടെ വർക്കും കാര്യങ്ങളെല്ലാം കണ്ടിട്ട് ഇവിടെ ഉള്ള എല്ലാ ആൾക്കാരും വന്നിട്ട് ഈ ഒരു വണ്ടി എങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ ആൾക്കാരുടെയും കിളികളൊക്കെ പറഞ്ഞിട്ട് നിൽക്കുകയാണെന്ന് നിങ്ങൾക്ക് ആ ഒരു നിപ്പി തന്നെ മനസ്സിലാവും. കാരണം ആ രീതിക്കാണ് ഈ ഒരു വണ്ടിക്കകത്ത് ചെയ്തിരിക്കുന്ന വർക്ക് എന്ന് പറയുന്നത്. അങ്ങനത്തെ എല്ലാം കഴിഞ്ഞിട്ട് നമ്മുടെ ഒരു സംഗീത ഓഡിയോസിന്റെ ഒരു സ്റ്റിക്കർ ഈ ഒരു ആറുമുഖത്തിന്റെ വണ്ടിയിൽ അത് ബിനിച്ചേട്ടൻ ഒട്ടിക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഈ ഒരു സ്റ്റിക്കർ ഒട്ടിക്കൽ പരിപാടി മെയിനായിട്ട് ബിനിച്ചേട്ടൻ തന്നെയാണ് പൊതുവെ ചെയ്യാറുള്ളത്. അപ്പോൾ ആ പുള്ളിക്കാരൻ ഈ ഒരു സ്റ്റിക്കർ ഒട്ടിക്കാൻ നിങ്ങൾ ഓൾറെഡി വേറെയും വീഡിയോസിൽ കണ്ടിട്ടുണ്ടായിരിക്കും. അങ്ങനെ നമ്മളുടെ ഒരു സ്റ്റിക്കർ ആ ഒരു വണ്ടിക്കകത്ത് അങ്ങനെ കയറിയിരിക്കുകയാണ്. അങ്ങനെ നമ്മളുടെ അത്യാവശ്യം നല്ലൊരു ബജറ്റിൽ തന്നെ ചെയ്ത ഒരു വർക്ക് അങ്ങനെ ഇവിടെ ഫിനിഷ് ആവുകയാണ്. അപ്പോൾ ഇനിയും ഇതുപോലുള്ള കിടിലം വർക്കുള്ള വണ്ടികളുടെ വീഡിയോസ് എല്ലാം പുറകെ വരാനായിട്ടുണ്ട് കേട്ടോ. അങ്ങനത്തെ എല്ലാ പരിപാടികളും കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവർ ഈ ഒരു ചെറിയ രീതിയിലുള്ള അവരുടെ രീതിയിലുള്ള ചെറിയൊരു പൂജയൊക്കെ ചെയ്തിട്ട് ഈ ഒരു വണ്ടി ഇവിടെ നിന്ന് ഡെലിവറി എടുത്ത് അവരുടെ നാട്ടിലേക്ക് കൊണ്ടുപോവാണ്. പിന്നെ ഈ ഒരു വണ്ടി കൊണ്ടുപോയതിനു ശേഷം നമ്മൾ അറിഞ്ഞു ഈ ഒരു വണ്ടി അത്യാവശ്യം ഒരുപാട് വണ്ടികളുമായിട്ട് ഒരുപാട് പ്രമുഖ വണ്ടികളുമായിട്ടൊക്കെ നല്ല രീതിയിൽ കോമ്പറ്റീഷൻ അടിച്ച് എല്ലായിടത്തും ഈ ഒരു വണ്ടി വിജയിച്ചു വന്നു നമ്മൾ പിന്നീട് അറിഞ്ഞു. അതറിഞ്ഞപ്പോൾ തന്നെ നമുക്ക് എല്ലാവർക്കും നല്ല രീതിയിൽ സന്തോഷമായി. കാരണം അതിനുള്ളൊരു സാധനങ്ങളെല്ലാം നമ്മൾ ഈ വണ്ടിക്കകത്ത് സ്റ്റോക്ക് ചെയ്താണ് വിട്ടത്. അപ്പോൾ അത് അവരവരുടെ ഒരു പൂജയും കാര്യങ്ങളൊക്കെ സെറ്റാക്കുവാണ്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഇവർ ഡെലിവറി എടുത്ത് ഈ ഒരു വണ്ടിയും കൊണ്ട് പോവുകയാണ് കേട്ടോ. రోడ్డు Okay bro, okay.
നമ്മൾ ഓരോരോ വണ്ടികളായിട്ട് അങ്ങനെ വർക്ക് കഴിഞ്ഞ് ഇറങ്ങി പോവുകയാണ്. നമ്മളത് ഇവിടെ ചായക്കടയിൽ നമ്മൾ ഇലയപ്പമൊക്കെ കഴിച്ച് ചായയൊക്കെ കുടിച്ച് ഇങ്ങനെ ഇരിക്കുവാണ്. അങ്ങനത്തെ നമ്മുടെ ഇന്നത്തെ പരിപാടികളെല്ലാം നമ്മൾ ഫിനിഷ് ചെയ്യുവാണ്. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയിൽ അടുത്തൊരു അപ്ഡേറ്റിൽ കിഡിലൊരു വണ്ടിയുടെ വീഡിയോസൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്.